ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലെ പിടിയാണ്. പിടി നമ്മൾ പലതരത്തിലുണ്ടാക്കാറുണ്ട്. ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുകയാണ്. സ്വാദിനാവശ്യമായ ഉപ്പ് ചേർത്തു. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ടു. കുറച്ച് കറിവേപ്പില, ഒരു 5-8 എണ്ണം ഉണ്ടാവും, അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ടു. പിന്നെ 1 വറ്റൽമുളകാണ്, ഒരു വലിയൊരു മുളക്, അതൊന്ന് കഴുകിയതിന് ശേഷം ചെറുതായിട്ട് അതും അരിഞ്ഞിട്ടുണ്ട്, അതും ഇട്ടു. ഇതിന് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. ഇപ്പോഴിത് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഒരു 1.5 കപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പൊടി ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് വേഗം ഇളക്കി കൊടുക്കണം. തീ നന്നായിട്ട് കുറച്ചിരിക്കണം. ഇതൊന്ന് പൊടിയെല്ലാം ഒന്ന് നനഞ്ഞ് കുതിർന്ന് കിട്ടണം. ഇപ്പോഴിത് ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് അരിപ്പൊടി നന്നായിട്ട് കുതിർന്ന് റെഡിയാവും. അത് റെഡിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ തിരുമ്മിയതെടുക്കാം. ഏകദേശം ഒരു 3 കൈ തേങ്ങയാണ് ഞാനിട്ടത്. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം. കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് അവിയലിനും ഒക്കെ അരയ്ക്കുന്നത് പോലെ, അതായത് ഒന്ന് ഒതുക്കിയാൽ മതി. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ മാവ് റെഡിയായെന്ന് നോക്കാം. നമുക്ക് ചൂടുണ്ട് ഇപ്പോഴും. ഇതിന് ചെറിയ ചൂടോടെ തന്നെ ഇത് കുഴച്ചെടുക്കണം. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൈ വെള്ളത്തിലിടയ്ക്ക് മുക്കിയതിന് ശേഷമാണ് കുഴച്ചെടുത്തത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ. അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ. ഇപ്പോഴിത് ഏകദേശം ഒന്ന് റെഡിയായിട്ടുണ്ട്. നന്നായിട്ട് മർദ്ദിച്ചത് കുഴച്ചെടുക്കണം. ഇപ്പോഴിത് ഏകദേശം ഒന്ന് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് റെഡിയാക്കണം. സ്റ്റീം ചെയ്യാനുള്ള പാത്രത്തിൽ എണ്ണ പുരട്ടി റെഡിയാക്കുകയാണ്. എത്ര ചെറിയ ബോൾസ് ആക്കാൻ പറ്റുന്നോ അത്രയും ചെറുതാക്കുന്നത് നല്ലതാണ്. 1 ടീസ്പൂൺ മാവ് മതി. എന്നിട്ട് അതൊന്ന് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നമ്മൾ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ്. ഇപ്പോഴിതെല്ലാം ഞാൻ ഉരുട്ടി റെഡിയാക്കി കഴിഞ്ഞു. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ചുവപ്പും പച്ചയും ആ വെള്ളയിൽ കാണാൻ നല്ല രസമുണ്ട്. വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇപ്പം നല്ലപോലെ തിള വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി വെച്ച് കൊടുക്കാം. ഒന്നിലൊന്ന് തൊടാതെ തന്നെ ഇത് എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. കുട്ടികൾക്കിത് ഒരുപാട് ഇഷ്ടമായി. ഇപ്പോൾ ഇതൊന്ന് സ്റ്റീം ചെയ്ത് കിട്ടണം. ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടും. തിളച്ച വെള്ളത്തിലിട്ട് വറുത്ത പൊടിയാണ്, അതുപോലെ തിളച്ച വെള്ളത്തിൽ ഇട്ടതുമാണ്. പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇത് വെന്ത് റെഡിയായി കഴിഞ്ഞു. കറക്റ്റ് 10 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടി. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിനകത്ത് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം. നെയ്യ് ഒഴിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായപ്പോഴത്തേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ ജീരകം ചേർത്തു. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു. ഒരു 2 വറ്റൽമുളക് മുറിച്ച് അതിലേക്ക് ഇട്ടു. ഇതൊന്ന് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ചേർത്തു. 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ചേർത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ഇപ്പോഴിതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടെ. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. സ്വാദിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക.
ഇനി ഈ കൂട്ടിലേക്ക് നമുക്ക് വെന്തിരിക്കുന്ന പിടി ചേർത്ത് കൊടുക്കാം. പിടിയെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ തേങ്ങാക്കൂട്ട് അതിൻ്റെ എല്ലാ പോർഷനിലും എത്തണം. അതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ ഹെൽത്തിയും സ്വാദിഷ്ടവുമായിട്ടുള്ള പിടിയാണിത്. ഷുഗറുകാർക്കും ഒക്കെ കഴിക്കാൻ പറ്റും. മധുരമൊന്നും ചേർക്കാത്തതുകൊണ്ട് പേടിക്കാതെ നമുക്ക് കഴിക്കാം, ഷുഗർ ഉണ്ടെങ്കിലും. ഓക്കെ, ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഇത് നമുക്ക് കൂട്ടാനൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.